എത്ര പഠിച്ചിട്ടും മാർക്ക് ലഭിക്കുന്നില്ല. 2 ദിവസം മുഴുവൻ ഇരുന്ന് ഞാൻ അതിനു വേണ്ടി പഠിച്ചതായിരുന്നു അല്ലെ, എന്നിട്ടും എന്താണ് എന്നേക്കാൾ പഠിക്കാത്ത കുട്ടിക്ക് എന്നേക്കാൾ മാർക്ക് ലഭിച്ചു. ഇങ്ങനെയൊക്കെ വിചാരിച്ച് ചിന്തിച്ച് സ്വയം കുറ്റപ്പെടുത്തി ഇരിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു റേസ്, ഇറ്റ്സ് മീ രതുന. അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് മാർക്ക് കുറയുന്നത്? നമ്മൾ കുറേ സമയം പഠിക്കാത്തതാണോ കാരണം? അല്ല. അപ്പം അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്, എങ്ങനെ ഉയർന്ന മാർക്ക് ലഭിക്കാം എന്നതിനെ കുറിച്ചാണ് മിസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അല്ലെ, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്താണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത് ഒരു ഉയർന്ന മാർക്ക് ലഭിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ എനിക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടെ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പഠന രീതി മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് 5 സെക്കൻഡ് റൂൾസ് ആണ് അല്ലെ. 5 സെക്കൻഡ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5, അതായത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്കിപ്പോൾ പഠിക്കണം, ഇപ്പൊ ഒന്ന് സോഷ്യൽ പഠിച്ചാലോ, അല്ലെ വേണ്ട കുറച്ചു നേരം ഫോണിൽ നോക്കിയിട്ട് റീൽസ് കണ്ടിട്ട് പഠിക്കാം എന്ന് വിചാരിക്കുന്നതിന് പകരം, പഠിക്കണം എന്ന് വിചാരിക്കുന്ന ദാറ്റ് മൊമെന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 5 4 3 2 1 ഗോ, അത് ചെയ്തിരിക്കുക. അതാണ് 5 സെക്കൻഡ് റൂൾസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കണം എന്ന് തോന്നിയാൽ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ, അങ്ങനെ പറയാതെ മനസ്സിൽ എന്ത് ചെയ്യുക, 5 4 3 2 1 എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് ചെയ്യുക. അതാണ് 5 സെക്കൻഡ് റൂൾസ്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ്, രണ്ടാമത്തെ പോയിന്റാണ് കൃത്യമായ പ്ലാൻ. എന്താണ് പ്ലാൻ എന്ന് പറയുന്നത്? അത് ടൈം ടേബിൾ ക്രമീകരിക്കണം. ടൈം ടേബിൾ ക്രമീകരിക്കുന്നതിൽ നിന്ന് തുടങ്ങി അല്ലെ, നിങ്ങൾ പഠിക്കുന്ന രീതി വരെ എന്താണ് പ്ലാനിങ്ങിലാണ്. അതായത് നമ്മൾ ഒരു ദിവസം നിങ്ങൾക്ക് സ്കൂളത്തെ വർക്ക് ഉണ്ടായിരിക്കും, ട്യൂഷൻ ഉണ്ടായിരിക്കും, എന്നാലും നിങ്ങൾ ഓരോ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ ക്രമീകരിക്കുക. അത് രാവിലെ ആയിരിക്കാം, രാവിലെ ഒരു 20 മിനിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ രാത്രി ഒരു 20 മിനിറ്റ് ആയിരിക്കാം. ആ പഠിക്കുന്ന ടൈം ടേബിൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഫോളോ ചെയ്യണം. അത് ഓരോ ദിവസം ഞാൻ എത്രയൊക്കെ സമയമാണ് എത്രയൊക്കെ സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വിനിയോഗിക്കുക എന്നുള്ളത് കൃത്യമായൊരു ടൈം ടേബിൾ തയ്യാറാക്കുക. അത് ചെയ്യുന്നില്ലേന്ന് നിങ്ങൾ തന്നെ നോട്ട് ചെയ്തോളണം. അതിൻ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ 20 മിനിറ്റ് ആയിരിക്കും, ആ 20 മിനിറ്റ് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ടാക്കി എഴുതി വെക്കണം. പോയിന്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഷോർട്ട് നോട്ടാക്കി ഒന്നെങ്കിൽ ബുക്കിൽ എഴുതാം, അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയിന്റ് ആക്കി എഴുതി വെച്ച് നിങ്ങൾ കാണുന്ന പ്രതലത്തിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു വെക്കാം. അത് ചുമരായിരിക്കാം, അല്ലെങ്കിൽ കണ്ണാടി ആയിരിക്കാം. നിങ്ങൾ ഡെയിലി കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പഠിച്ചു വെച്ച ഷോർട്ട് നോട്ടുകൾ ഒട്ടിച്ചു വെക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ആദ്യത്തേത് 5 സെക്കൻഡ് റൂൾസ് ആണ് അല്ലെ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ മൊമെന്റിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പ്ലാൻ അല്ലെ, ആ ടൈം ടേബിൾ ക്രമീകരിക്കണം അല്ലെ, പഠിച്ചോളണം. പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതി വെച്ചോളണം. മൂന്നാമത്തെ കാര്യമാണ് എന്ത്, റിവൈസ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതായത് തലേന്ന് അല്ലെങ്കിൽ 2 ദിവസം ഇരുന്ന് 3 ചാപ്റ്റർ വെറുതെ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എങ്ങനെ എഴുതാൻ പറ്റും, എങ്ങനെ ഫുൾ മാർക്ക് ലഭിക്കും അല്ലെ? റിവൈസ് വേണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോന്ന് ബ്രെയിന് ഒന്നുകൂടെ എന്ത് ചെയ്യണം, ഓർമ്മിപ്പിച്ചു കൊടുക്കണം. ബ്രെയിന് വീണ്ടും വീണ്ടും കൊടുക്കുന്ന സമയത്ത് അത് തറോ ആയിട്ട് ബ്രെയിൻ അതെന്താവും അല്ലെ, ഇതാണ് പഠിച്ചത്, കുറെ ദിവസമായിട്ട് ഇതന്നെയാ പഠിക്കുന്നത്, അവിടെ കടന്നോട്ടെ എന്ന് ബ്രെയിൻ ചിന്തിച്ചോളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസം, ഇപ്പൊ ഇന്നലെ ഞാൻ സോഷ്യലിലെ ഇന്ന പാർട്ടാണ്, ഇന്നൊരു ഭാഗം പഠിക്കുന്നത്, ഇന്ന് ഞാൻ മാത്സ് ആണ് പഠിക്കുന്നതെങ്കിലും എന്ത് ചെയ്യുക, സോഷ്യൽ ആ ഭാഗം ഒന്നുകൂടെ നോക്കുക, എനിക്ക് മനസ്സിലായിട്ടില്ലേ എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അടുത്ത ഏതാണോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ സോഷ്യലിൽ തന്നെ മറ്റൊരു ടോപ്പിക് ആണെങ്കിൽ ആ ടോപ്പിക്കിലേക്ക് പോവുക. അപ്പോൾ റിവൈസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും പഠിച്ച തലേന്നാണെങ്കിലും അതിന് മുന്നത്തതാണെങ്കിലും ഒന്ന് ഓർക്കണം തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. അതും എന്താണ്, നമ്മുടെ ഉയർന്ന മാർക്കിലേക്കുള്ള അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവൈസ്. നമ്മൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വിചിന്തനം ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ ചെകഞ്ഞു നോക്കുക എന്ന് പറയില്ലേ, അത്.
നാലാമത്തെ പോയിന്റ് ആണ് എന്ത് അല്ലെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നമ്മുടെ ആരോഗ്യം അല്ലെ. ആരോഗ്യം അതായത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ബ്രെയിനിന് കുറച്ചുകൂടെ ഓർമ്മശക്തിയൊക്കെ കൂട്ടുന്ന തരത്തിലുള്ള അല്ലെ ഭക്ഷണ രീതികൾ, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഈ ഇങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കാത്ത ജങ്ക് ഫുഡ്സ് മാത്രം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏത് സമയം എങ്ങനെയാണ് അല്ലെ, നമ്മൾ അല്ലെ കോഴിക്ക് എന്താ പറയുന്നത്, ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയ കോഴീനെ പോലെ ആയിരിക്കും. കാരണം എന്താ, ഇങ്ങനെ വാടി കുത്തിരിക്കും, ഒന്നിനുള്ള എനർജി ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക, എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, വാമപ്പ് ഒക്കെ ചെയ്ത് അല്ലെ നന്നായിട്ട് നല്ല ഫുഡ് കഴിക്കുക. ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കാൻ തോന്നും, അത് എപ്പോഴെങ്കിലും കഴിക്കുക, അല്ലാതെ സ്ഥിരം കഴിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അല്ലെ ഒരു 14 ദിവസം എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ട് നല്ല ഭക്ഷണം കഴിച്ച് നല്ല വ്യായാമം ചെയ്ത് നന്നായിട്ട് വെള്ളം കുടിച്ച് എന്ത് ചെയ്യുക, ഈ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക അല്ലെ. പ്ലാന് അതുപോലെ തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം, അതുപോലെ തന്നെ റിവൈസ് ചെയ്യണം, അത് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക, പോയിന്റ് ആക്കിയിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങൾ കൃത്യമായിട്ടുള്ള സമയം, ചിലപ്പോൾ രാവിലെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും. അപ്പോൾ കുറേ ബിസിനസ്സുകാരൊക്കെ എന്താണ് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എന്തുകൊണ്ട് രാവിലെ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ്, അപ്പോഴാണ് നമ്മുടെ ഡോപ്പോമിൻ ഒക്കെ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇൻക്രീസ് ആവുക, അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് എല്ലാം സ്വീകരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക രാവിലത്തെ സമയത്താണ്. അത് പഠനങ്ങൾ തെളിയിച്ചതാണ്. സോ രാവിലെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാം. എന്താണ് ഫോഴ്സ് ചെയ്യല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു 14 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എന്താ പറയുന്നത് ഈ ഒരു പഠനത്തിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. കൃത്യമായിട്ട് മിസ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് 14 ദിവസം ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. മാറ്റമില്ലെങ്കിൽ അപ്പോൾ മാത്രം മിസ്സിനോട് പറയാം, മാറ്റമുണ്ടെങ്കിലും എന്ത് ചെയ്യണം, പറയണം. അപ്പോൾ എല്ലാവർക്കും മാറ്റമുണ്ടായിരിക്കും അല്ലെ. ഇത്രയും കാലം നിങ്ങളെ ആരൊക്കെ തള്ളി പറഞ്ഞു, ഇത്രയും കാലം ആരൊക്കെ നിങ്ങൾ കുറ്റം പറഞ്ഞു, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, തിരുത്തി കുറിക്കണം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, 14 ദിവസം ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതേപോലെ തന്നെയുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.